നമസ്കാരം. റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള കാശി എന്നറിയപ്പെടുന്ന തിരുവമ്പ്ലാവിൽ ശ്രീ മഹാദേവ ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്രസന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയ്ക്കടുത്ത് ആനിക്കാട് എന്ന ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് തിരുവമ്പ്ലാവിൽ മഹാദേവ ക്ഷേത്രം. നിരവധി പ്രത്യേകതകൾ കൊണ്ട് ഈ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ നിലകൊള്ളുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരള കാശി എന്നറിയപ്പെടുന്ന തിരുവമ്പ്ലാവിൽ ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിലാണ്. ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി. തിരുവമ്പ്ലാവിൽ മഹാദേവ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് ഉദ്ദേശം ത്രേതായുഗത്തോളം പഴക്കമുണ്ട്. ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്തുള്ള ചതുര ശ്രീകോവിലിനകത്ത് മഹാദേവനും മഹാദേവൻ്റെ വലതുവശത്ത് ശ്രീ പാർവതി ദേവിയും ഇടതുവശത്തായി ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയും കിഴക്കോട്ട് ദർശനമായി സ്വയംഭൂവായി വാണരുളുന്നു. ശ്രീ മഹാദേവനെയും ശ്രീ പാർവതി ദേവിയെയും സുബ്രഹ്മണ്യ സ്വാമിയെയും കൂടാതെ ഈ ക്ഷേത്രത്തിൽ ഉപപ്രതിഷ്ഠകളായി പ്രധാന ശ്രീകോവിലിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തുള്ള ശ്രീകോവിലിനകത്ത് ബ്രഹ്മരക്ഷസിനെ പടിഞ്ഞാറ് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ഒരു ശ്രീകോവിലിനകത്ത് മഹാഗണപതിയെയും മഹാഗണപതിയുടെ ശ്രീകോവിലിൻ്റെ ഇടതുഭാഗത്ത് മറ്റൊരു ശ്രീകോവിലിനകത്ത് ഭുവനേശ്വരിയെയും കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. കൂടാതെ ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ഒരു തറയിൽ നാഗരാജാവ്, നാഗയക്ഷി, സർപ്പങ്ങൾ എന്നിവയുടെ പ്രതിഷ്ഠയുമുണ്ട്. ഇത്രയുമാണ് ഈ ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകൾ. തിരുവമ്പ്ലാവിൽ മഹാദേവ ക്ഷേത്രത്തിൽ പത്നിപുത്ര സമേതനായി സ്വയംഭൂവായി വണരുളുന്ന ശ്രീ മഹാദേവൻ എങ്ങനെയാണ് ഇവിടെ സ്വയംഭൂവായി തീർന്നത്? ആ കഥ നിങ്ങളുടെ അറിവിലേക്കായി പറയാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആനിക്കാട്ടില്ലത്ത് അഗ്നിശർമ്മൻ എന്ന ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ ഗ്രാമത്തിൻ്റെ ഐശ്വര്യ അഭിവൃദ്ധിക്കായി ഒരു യാഗം നടത്തി. ഇപ്പോൾ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഭാഗത്തായിരുന്നു യാഗവേദി. ദിവസങ്ങളോളം നീണ്ടുനിന്ന യാഗത്തിൻ്റെ അവസാനം യാഗവേദിയുടെ വടക്ക് ഭാഗത്തായി ഒരു ദിവ്യ തേജസ് അഗ്നിശർമ്മൻ കണ്ടു. അത് ഭഗവത് ചൈതന്യമാണെന്ന് മനസ്സിലാക്കിയ അഗ്നിശർമ്മൻ ആ ചൈതന്യത്തെ സാഷ്ടാംഗം പ്രണമിച്ചു. അപ്പോൾ തന്നെ യാഗകുണ്ഡത്തിൽ നിന്നും ശ്രീ പാർവതി സുബ്രഹ്മണ്യ സമേതനായി ശ്രീ പരമേശ്വരൻ അഗ്നിശർമ്മൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അഗ്നിശർമ്മൻ്റെ ആഗ്രഹപ്രകാരം പത്നിപുത്ര സമേതനായി ഈ നാടിൻ്റെ രക്ഷയ്ക്കും ഐശ്വര്യത്തിനുമായി താൻ ഇവിടെ വധിച്ചുകൊള്ളാമെന്ന് ശ്രീ പരമേശ്വരൻ അഗ്നിശർമ്മനോട് വാക്ക് നൽകി അനുഗ്രഹിച്ചു. എന്നാൽ വടക്ക് ഭാഗത്തുള്ള പാറയുടെ ഉപരിതലത്തിൽ കാണുന്ന കാശി തീർത്ഥം ഒഴുകുന്ന തീർത്ഥക്കുളമ്പാണ് തൻ്റെ മൂലസ്ഥാനമെന്ന് മഹാദേവൻ അരുൾ ചെയ്തു. തൻ്റെ ഒരു ഉത്തമ ഭക്തൻ്റെ വാസം കൊണ്ട് അനുഗ്രഹീതമാണ് ആ സ്ഥലമെന്നും അവിടെ തൻ്റെയും ചൈതന്യം ഉണ്ടാകുമെന്നും ഭഗവാൻ അഗ്നിശർമ്മനോട് പറഞ്ഞു. കൂടാതെ ആ പാറയുടെ ഉപരിതലത്തിൽ കാണുന്ന കുളമ്പിൽ നിന്നൊഴുകുന്ന ആ തീർത്ഥം ഭൂമിയിലെ ഏത് കാലാവസ്ഥയിലും ഒരിക്കലും വറ്റാതെ അവിടെ നിലനിൽക്കുമെന്നും മഹാദേവൻ അരുൾ ചെയ്തു. ആ പുണ്യതീർത്ഥവുമായി ബന്ധപ്പെട്ട സംഭവകഥയും മഹാദേവൻ അഗ്നിശർമ്മനോട് വിവരിച്ചു. ഒരിക്കൽ രണ്ട് വൃദ്ധ ബ്രാഹ്മണർ മോക്ഷം നേടുന്നതിനായി കാശിയിലേക്ക് യാത്ര ആരംഭിച്ചു. കാടും മേടും പുഴയും കടന്നാണ് അവരുടെ സഞ്ചാരം. കാശി വിശ്വനാഥൻ്റെ മണ്ണായ കാശിയാണ് അവരുടെ ലക്ഷ്യം എന്നുള്ളതുകൊണ്ട് തന്നെ യാത്രാക്ഷീണമൊന്നും ആ വൃദ്ധ ബ്രാഹ്മണരെ തളർത്തിയില്ല. അങ്ങനെ അവരുടെ യാത്രാമധ്യേ മൃതപ്രാതനായ ഒരു പശു വഴിയിൽ കിടക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ പശുവിൻ്റെ ദേഹമാസകലം വ്രണങ്ങൾ വന്ന് ഈച്ചയും പുഴുവും അരിച്ച് വൃത്തിഹീനമായി നടക്കാനാവാതെ ആ പശു അങ്ങനെ കിടക്കുകയാണ്. ആ മിണ്ടാപ്രാണിയുടെ ദയനീയ സ്ഥിതി കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആ വൃദ്ധബ്രാഹ്മണർ അങ്ങനെ ശങ്കിച്ചു നിന്നു. പെട്ടെന്ന് അവരിലൊരാൾ പശുവിനെ പരിചരിക്കാൻ ആരംഭിച്ചു. അദ്ദേഹം ആ പശുവിൻ്റെ വ്രണങ്ങളിൽ പച്ചില മരുന്നുകൾ പുരട്ടിക്കൊടുക്കുകയും അല്പാൽപമായി ഭക്ഷണവും വെള്ളവും കഴിക്കുവാനായി കൊടുക്കുകയും ചെയ്തു. ഇതെല്ലാം കണ്ടുകൊണ്ട് സഹയാത്രികൻ അങ്ങനെ പകച്ചു നിന്നു. പശുവിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ബ്രാഹ്മണനോട് ഇനിയും പശുവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് നിന്നാൽ നമ്മുടെ കാശി യാത്ര തടസ്സപ്പെടുമെന്ന് സുഹൃത്തായ ബ്രാഹ്മണൻ പറഞ്ഞു. പശുവിൻ്റെ അസുഖങ്ങൾ പൂർണ്ണമായി ഭേദമായി ആരോഗ്യം വീണ്ടെടുത്ത ശേഷം മാത്രമേ താൻ കാശിക്ക് വരുന്നുള്ളൂ എന്ന് പശുവിനെ ശുശ്രൂഷിച്ചിരുന്ന ബ്രാഹ്മണൻ
സുഹൃത്തിനോട് പറഞ്ഞു. തുടർന്ന് പശുവിനെ പരിചരിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തിനെ കാത്തു നിൽക്കുന്നത് അബദ്ധമാണെന്ന് മനസ്സിലാക്കിയ വൃദ്ധബ്രാഹ്മണൻ സുഹൃത്തിനോട് യാത്ര പറഞ്ഞ് കാശിയിലേക്ക് യാത്ര തിരിച്ചു. മാസങ്ങളോളം നീണ്ടുനിന്ന പരിചരണത്തിനൊടുവിൽ പശു പൂർണ്ണമായും സുഖം പ്രാപിച്ചു. പശുവിനെ പരിപാലിച്ചുകൊണ്ടിരുന്ന വൃദ്ധബ്രാഹ്മണന് അതിയായ സന്തോഷം തോന്നി. അപ്പോഴാണ് തൻ്റെ സുഹൃത്തിനെക്കുറിച്ച് അദ്ദേഹം ഓർത്തത്. ഇപ്പോൾ തൻ്റെ സുഹൃത്ത് കാശിയിലെത്തി കാണുമെന്നും തനിക്ക് കാശിക്ക് പോകാൻ കഴിഞ്ഞില്ലല്ലോ എന്നും അപ്പോഴാണ് അദ്ദേഹം ചിന്തിച്ചത്. ഇത്രയും നാൾ പശുവിൻ്റെ ജീവൻ രക്ഷിക്കുക എന്നത് മാത്രമായിരുന്നു ആ നല്ലവനായ ബ്രാഹ്മണൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് പശു രക്ഷ പ്രാപിച്ചതിലുള്ള സന്തോഷം മനസ്സിലുണ്ടെങ്കിലും കാശിക്ക് പോകാൻ തനിക്ക് കഴിയാത്തതിൽ ആ ബ്രാഹ്മണൻ വളരെയേറെ വിഷമിച്ചു. തൊട്ടടുത്ത നിമിഷം സാക്ഷാൽ കാശി വിശ്വനാഥൻ ദേവി സമേതനായി ബ്രാഹ്മണൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ ബ്രാഹ്മണനോടായി പറഞ്ഞു, താങ്കൾ ഒട്ടും ദുഃഖിക്കേണ്ടതില്ല. സഹജീവിയുടെ ദുഃഖപരിഹാരത്തിനായി ഈ പുണ്യപ്രവൃത്തി ചെയ്ത താങ്കൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രിയ ഭക്തനും പശുവിനെ രക്ഷിച്ചതിലൂടെ താങ്കൾ എനിക്ക് പ്രിയപ്പെട്ട പൂജയും ചെയ്തു കഴിഞ്ഞു. എല്ലാ ജീവജാലങ്ങളിലും ഈശ്വരഭാവമുണ്ട്. ആ ഈശ്വരഭാവത്തെ കാണുന്ന താങ്കളുടെ ഭക്തിയിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. രോഗമുക്തി ലഭിച്ച പശു എഴുന്നേറ്റപ്പോൾ തന്നെ ആ പശുവിൻ്റെ കുളമ്പ് ഈ പാറയിൽ പതിഞ്ഞു. അപ്പോൾ മുതൽ ആ കുളമ്പടിപ്പാടിലൂടെ പ്രവഹിക്കുന്നത് കാശീതീർത്ഥമാണ്. കാശിയിൽ എന്നെ ദർശിക്കുന്ന എല്ലാ ഫലവും അങ്ങേക്ക് ലഭിക്കും എന്നരുൾ ചെയ്ത് ഭഗവാൻ അപ്രത്യക്ഷനായി. അങ്ങനെ പിന്നീട് ഈ തീർത്ഥക്കരയിൽ ഈശ്വര ചിന്തയോടെ ആ ബ്രാഹ്മണൻ കഴിഞ്ഞുകൂടി. ഒടുവിൽ അദ്ദേഹം യോഗീശ്വര പദവിയിൽ എത്തിച്ചേരുകയും ചെയ്തു. ആ യോഗീശ്വരൻ്റെ സാന്നിധ്യം ഈ യാഗശാലയുടെ വടക്ക് ഭാഗത്ത് നിലനിൽക്കുന്നുണ്ടെന്ന് മഹാദേവൻ അഗ്നിശർമ്മനോട് പറഞ്ഞു. പിന്നീട് മഹാദേവൻ്റെ നിർദ്ദേശാനുസരണം അഗ്നിശർമ്മൻ തീർത്ഥക്കരയിൽ യോഗീശ്വരനെ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു വന്നു. ഒടുവിൽ അഗ്നിശർമ്മൻ സമാധിയാകും മുമ്പേ മഹാദേവൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ട് അഗ്നിശർമ്മനോട് പറഞ്ഞു, നിന്റെ പിൻതലമുറക്കാർ ഒരു മഹാക്ഷേത്രം ഈ യാഗശാലയിൽ നിർമ്മിക്കുമെന്നും അവിടെ പാർവതീപുത്ര സമേതനായ തന്നോടൊപ്പം അഗ്നിശർമ്മനും ഒരു സ്ഥാനമുണ്ടാകുമെന്നും മഹാദേവൻ അറിയിച്ചു. ഒടുവിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം അഗ്നിശർമ്മൻ സമാധിയായി. ആ അഗ്നിശർമ്മനാണ് ഇന്ന് ഈ ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് പത്നി സമേതനായ തിരുവമ്പിളാവിൽ മഹാദേവൻ്റെ തെക്ക് കിഴക്കേ ഭാഗത്തെ ശ്രീകോവിലിൽ പടിഞ്ഞാറ് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ബ്രഹ്മരക്ഷസ്. കൂടാതെ ഇന്ന് ഈ ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്ത് ഗംഗാതീർത്ഥത്തിൻ്റെയും യോഗീശ്വരൻ്റെയും സാന്നിധ്യം മൂലം കാശീതീർത്ഥം ഉറവൊലിക്കുന്ന മഹാദേവൻ്റെ മൂലസ്ഥാനമായി തീരുകയും ഈ സ്ഥലം പിതൃകർമ്മങ്ങൾക്ക് ഏറെ പ്രാധാന്യമായി തീരുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ തിരുവമ്പിളാവിൽ മഹാദേവ ക്ഷേത്രം കേരള കാശി എന്ന പേരിൽ അറിയപ്പെടുന്നതും പിതൃകർമ്മങ്ങൾക്ക് ഏറെ പ്രസിദ്ധിയാർജിച്ച പുണ്യസ്ഥലമായി തീരുകയും ചെയ്തത്. ഈ ക്ഷേത്രത്തിലെത്തി പിതൃകൾക്ക് ബലിയിട്ട് തൊഴുതു പ്രാർത്ഥിച്ചാൽ പിതൃമോക്ഷവും അതോടൊപ്പം സന്താനങ്ങൾക്ക് ശ്രേയസ്സും സമ്പൽ സമൃദ്ധിയും കൈവരും എന്നാണ് വിശ്വാസം. നിരവധി ഭക്തജനങ്ങളാണ് ദിനംതോറും ഈ തിരുവമ്പിളാവിൽ മഹാദേവ ക്ഷേത്രത്തിലെത്തി ബലിതർപ്പണം നടത്തി ശ്രീ മഹാദേവൻ്റെയും ശ്രീ പാർവതി ദേവിയുടെയും സുബ്രഹ്മണ്യ സ്വാമിയുടെയും അനുഗ്രഹങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നത്. മഹാദേവൻ
പാർവതി സമേതനായി അവിടെ പ്രത്യക്ഷപ്പെടുകയും ഈ പിതൃക്കൾക്ക് വേണ്ടി ഇവിടെ എന്ത് വഴിപാടുകൾ ചെയ്താലും അത് വളരെ 100% ഫലപ്രാപ്തി കിട്ടും എന്ന് അവർ അരുളി ചെയ്യുകയും ചെയ്തു. തിരുവമ്പാടിയിൽ മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കളാഴ്ച ദിവസങ്ങളിൽ സ്വയംവര പൂജ, സ്വയംവര പുഷ്പാഞ്ജലി, അതിന് സുമംഗലി പൂജ, മംഗല്യ തടസ്സങ്ങൾ, മംഗല്യത്തിന് എന്തെങ്കിലും ദോഷം ഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ നാളും പേരും പറഞ്ഞ് ആ കുട്ടിയുടെ പേരിൽ പുഷ്പാഞ്ജലി കഴിക്കുന്നു. പുഷ്പാഞ്ജലി കഴിച്ച് ത്രിമധുരം നേദിച്ച് അത് പ്രസാദമായിട്ട് കൊടുക്കുന്നു. അതിൻ്റെ പ്രധാന ഫലശ്രുതി എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് ശീഘ്രമംഗല്യം എന്നാണ്. പിന്നെ ഷഷ്ഠി വെളുത്ത ഷഷ്ഠിക്ക് ഇവിടെ സുബ്രഹ്മണ്യനുള്ള കാരണം ഷഷ്ഠി പൂജ, അതിന് പഞ്ചാമൃതം അഭിഷേകം, പഞ്ചാമൃത നിവേദ്യം അതൊക്കെ ഉണ്ടാവും. ഇവിടുത്തെ പ്രധാന വേറൊരു വഴിപാട് ബ്രഹ്മരക്ഷസിന് പാൽപ്പായസം. അത് എല്ലായിടത്തും ഉണ്ടെങ്കിലും ഇവിടുത്തെ അത് അങ്ങനെയല്ല. അതുപോലെ തന്നെ ഇവിടുത്തെ രക്ഷസിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നാലമ്പലത്തിനകത്താണ്. അത് സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലും അതെ. അത് ഈ മതക്ക് വെളിയിൽ അല്ലെങ്കിൽ നാലമ്പലത്തിന് വെളിയിലാണ് രക്ഷസ്. ഇവിടെ അങ്ങനെയല്ല, ദേവനോട് കൂടി തന്നെ തുല്യ പ്രാധാന്യത്തോടുകൂടി ഇവിടെ പ്രതിഷ്ഠിച്ചതാണ്. അതിൻ്റെ പ്രധാനം ഈ വഴിപാട് നമുക്ക് കളഞ്ഞു പോയ സാധനം എന്താണെങ്കിലും ആ ഭഗവാന്റെ രക്ഷസ ഭഗവാന്റെ നടയിൽ പോയി ഭഗവാനെ അത് എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ, അത് എങ്ങനെയെങ്കിലും അത് കിട്ടണം. അപ്പം 101 രൂപയുടെ 501 രൂപയുടെ 1001 രൂപയുടെയൊക്കെ പാൽപ്പായസം തരും. അതേ താമസിക്കാതെ ഇതുവരെ കിട്ടിയ എന്നുള്ള ചരിത്രമില്ല, കിട്ടിയിട്ടില്ല. അത് നമ്മുടെ വിദേശ രാജ്യത്തുമൊക്കെ ആൾക്കാർ പോയി അതിനും ഫലപ്രാപ്തി വന്നിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ചയും ഔഷധധാര, ഈ രോഗശമനാർത്ഥം ഉള്ള മന്ത്രങ്ങളുണ്ട്. അതുകൊണ്ട് ആ മന്ത്രങ്ങൾ കൊണ്ട് നമ്മൾ പ്രത്യേകം ജലം പൂജിച്ച് അതുകൊണ്ട് ധാര കഴിക്കുന്നതാണ് ഔഷധധാര. അതിൻ്റെ ഫലശ്രുതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് തരത്തിലുള്ള രോഗം, അതായത് ഡോക്ടർമാരൊക്കെ ഇതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഈ രോഗം എന്ന് പറഞ്ഞ് കൈ ഒഴിയുന്നൊക്കെ ഇവിടെ വന്ന് ഈ ഔഷധധാര കഴിപ്പിക്കുകയാണ്. പ്രത്യേക മന്ത്രമാണ്, രോഗശമനാർത്ഥമാണ്. ഏതൊരത്തെ രോഗമായാലും അത് ശമിപ്പിക്കാനുള്ളതാണ് ഈ ഔഷധധാര. അതിൻ്റെ തീർത്ഥമാണ് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ഇവിടെ ഔഷധധാര കഴിക്കാനായിട്ട് വന്നത്. ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു അനുഭവം ഉണ്ടായി. അതാണ് രണ്ടാമത്തെ പ്രാവശ്യം വരാനുള്ള കാരണം. ശരീരത്തിന് ഒരു വല്ലാത്ത അവസ്ഥ, നമുക്ക് ജോലി ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടും അങ്ങനെയുള്ള വന്നപ്പോഴാണ് വന്നത്. അപ്പോൾ കേട്ടറിഞ്ഞാണ് നമ്മൾ വന്നത്. അതുകൊണ്ട് ഗുണമുണ്ടായിട്ടുമുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നീട് വരാൻ സാധിക്കും. അത് നമ്മളാരും പറയുകയൊന്നും വേണ്ട, കേട്ടറിഞ്ഞു ഒരു പ്രാവശ്യം വന്നാൽ മതി. നമുക്ക് ഒന്ന് ശരീരവേദന, വാതത്തിൻ്റെ അസുഖങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് വരും. അതുപോലെ നാഡി ഞരമ്പുകൾ തളർച്ചയൊക്കെ വരുന്നത്, അതുപോലെ തന്നെ ഇയർ ബാലൻസ്, അങ്ങനെയുള്ള നമ്മുടെ ശരീരത്തിലെ മൊത്തം പ്രശ്നങ്ങൾ അതോടുകൂടി മാറുവാണ്. നല്ലൊരു ശക്തിയുള്ള ദേവൻ തന്നെയാണ് ഇവിടെ ഉള്ളതെന്നാണ് വിശ്വാസം. പ്രാർത്ഥിച്ചാൽ എന്തും നമുക്ക് സാധിച്ചു കിട്ടുമെന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാനൊരു മഹാദേവൻ്റെ ഭക്തയാണ്. കുറച്ച് വഴിപാടുകളൊക്കെ ചെയ്യാനായിട്ട് വന്നതാണ്. ഇവിടെ ഒരിക്കലെങ്കിലും വരണമെന്നാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ അത്രയ്ക്കും നല്ല ശക്തിയുള്ള മഹാദേവനാണ്. അത്രയ്ക്കും ഒരു കേരള കാശി എന്നറിയപ്പെടുന്നത് കൊണ്ട് തന്നെ ഒരു നല്ല കാശിയിലൊക്കെ നമ്മൾ പോകാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ചാൽ അതിനുള്ള ഫലം ഉണ്ടാകുമെന്നാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ടെന്നാണ് കേട്ടത്. തിരുവമ്പാടിയിൽ മഹാദേവൻ പത്നിപുത്ര സമേതനായി വാണരുളുന്നതിനാൽ ഈ ക്ഷേത്രത്തിൽ വിശേഷ ദിവസങ്ങൾ ഏറെയാണ്. പത്നിപുത്ര സമേതനായ മഹാദേവ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ വിശേഷ ദിവസങ്ങളും കൂടുതലാണ്, അതിനുള്ള പ്രാധാന്യവും കൂടുതലാണ്. ഏറ്റവും വിശേഷമായിട്ടുള്ള ദിവസം മഹാശിവരാത്രി തന്നെയാണ്. മഹാശിവരാത്രി നാളിൽ രാവിലെ 3 മണിക്ക് ആരംഭിക്കുന്ന ചടങ്ങുകൾ പിറ്റേന്ന് ഉച്ചയ്ക്ക് 11 മണിയോട് കൂടിയാണ് സമാപിക്കുക. വിശേഷമായിട്ടുള്ള അഭിഷേകങ്ങൾ, ശിവരാത്രി പൂജ തുടങ്ങിയ എഴുന്നള്ളിപ്പുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ശിവരാത്രി നിർമ്മിച്ച് നടക്കും. ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള ഐതിഹ്യപ്രസിദ്ധമായ തീർത്ഥക്കരയിൽ അന്നേ ദിവസം രാത്രി പിതൃതർപ്പണത്തിന് ധാരാളം ആളുകൾ എത്തിച്ചേരുന്നു. കൂടാതെ ക്ഷേത്രത്തിൽ തിലഹോമം, സായുജൂജ തുടങ്ങിയ ചടങ്ങുകളും അതോടനുബന്ധിച്ച് നടക്കും. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ദിവസം എന്ന് പറയുന്നത് കർക്കടക മാസത്തിലെ വാവാണ്. കർക്കടക വാവ് ഇത് പ്രാധാന്യമുള്ള ക്ഷേത്രമായതുകൊണ്ട് കർക്കടക വാവിനും
ഏകദേശ ശിവരാത്രിയുടെ പോലെ തന്നെയാണ് പ്രാധാന്യത്തോടെയാണ് ആചരിച്ചു പോരുന്നത്. ബലിയിടുന്നതിനുള്ള സൗകര്യവും മറ്റെല്ലാം അതോടനുബന്ധിച്ചുണ്ടാവും. പിന്നീട് ക്ഷേത്രത്തിലെ ഒരു പ്രധാന ദിവസം മേടമാസത്തിലെ തിരുവാതിര നക്ഷത്രമാണ്. കലശ ദിനമായിട്ടാണ് ആചരിക്കുക. അതിനോടനുബന്ധിച്ച് രുദ്രപൂജ, രുദ്രാഭിഷേകം എന്ന ചടങ്ങുകളും നടക്കുന്നുണ്ട്. ഏകാദശ രുദ്രന്മാരുടെ 11 മൂലമന്ത്രങ്ങൾ കൊണ്ട് 11 കലശങ്ങൾ നിറച്ച് 11 പൂജകളിലായിട്ട് 11 ദ്രവ്യങ്ങൾ അഭിഷേകം കഴിക്കുന്ന ഒരു വിശിഷ്ടമായ ചടങ്ങാണ്. വളരെ അപൂർവമായ ക്ഷേത്രങ്ങളിൽ മാത്രം നടത്താറുള്ളത്. അത് ഈ മേടമാസത്തിലെ തിരുവാതിര മകരത്തിന് ശേഷം വരുന്ന തിരുവാതിര നക്ഷത്രത്തിൽ ഇവിടെ നടത്താറുണ്ട്. പിന്നെ വരുന്ന പ്രധാന ദിവസം നവരാത്രിയാണ്. നവരാത്രിയുടെ ഭാഗമായിട്ട് കുട്ടികൾക്ക് ബ്രഹ്മീകൃത സേവ, അതുപോലെ തന്നെ ആചാര്യ നിർദ്ദേശപ്രകാരം നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതിന് ആചാര്യ മുഖേന അനുഷ്ഠിക്കാനുള്ള സൗകര്യങ്ങൾ, വിജയദശമി ദിവസം വിദ്യാരംഭം മുതലായവ ഉണ്ടാവും. ഷഷ്ഠി പൂജ വളരെ പ്രധാനമുള്ളതാണ്. ഷഷ്ഠി പൂജ നമുക്കറിയാം, സുബ്രഹ്മണ്യ സ്വാമിയുടെ വളരെ വിശേഷമായൊരു വ്രതവും കൂടിയാണതല്ലോ. ഒരേ പീഠത്തിൽ പത്നിപുത്ര സമേതനായ മഹാദേവൻ തൻ്റെ ഇടതുഭാഗത്താണ് ഇവിടെ സുബ്രഹ്മണ്യൻ്റെ സ്ഥാനം. സുബ്രഹ്മണ്യ സ്വാമിക്ക് അന്ന് വിശേഷാൽ പൂജകൾ, പഞ്ചാമൃത നിവേദ്യം, പാലഭിഷേകം മുതലായവ നടത്തുന്നു. ഷഷ്ഠിവ്രതം അനുഷ്ഠിക്കുന്നവർക്ക് അതിനുള്ള സൗകര്യങ്ങളും ഇതോടനുബന്ധിച്ച് ഏർപ്പാട് ചെയ്യുന്നുണ്ട്. എല്ലാ മാസത്തെയും വെളുത്ത ഷഷ്ഠിക്കാണ് പ്രാധാന്യമായിട്ട് ആചരിച്ചു വരുന്നത്. പൗർണമി പൂജ എല്ലാ പൗർണമി നാളിലും ഈ ക്ഷേത്രത്തിന് ചുറ്റമ്പലത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഭുവനേശ്വരി ദേവിക്ക് വിശേഷമായ പൂജയുണ്ട്. പൗർണമി പൂജ എല്ലാ ആയില്യത്തിനും ആയില്യപൂജ, സർപ്പത്താന്മാർക്ക് പൂജ നടക്കുന്നു. രാവിലെ സമയത്താണ് പൂജ നടക്കുന്നത്. കൂടാതെ വൃശ്ചികമാസത്തിലെ ആയില്യത്തിന് വിശേഷ പൂജകളും വൈകുന്നേരം സർപ്പബലിയും നടക്കുന്നുണ്ട്. കന്നിമാസത്തിലെ ആയില്യം, 10-ാം ഉദയം തുടങ്ങിയ ദിവസങ്ങളിലും സർപ്പത്താന്മാർക്ക് പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്തിപ്പോരുന്നു. തിരുവമ്പ്ലാവിൽ ശ്രീമഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം കുംഭമാസത്തിലെ ശിവരാത്രിയാണ് ഈ ക്ഷേത്രത്തിൽ പ്രധാന ഉത്സവമായി ആഘോഷിച്ചു വരുന്നത്. ശിവരാത്രി നാളിൽ ഈ ക്ഷേത്രത്തിൽ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും പിതൃതർപ്പണത്തിനായി നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേരുന്നത്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ശിവരാത്രി മഹോത്സവം അതിഗംഭീരമായിട്ടാണ് ഇവിടെ ആഘോഷിച്ചു വരുന്നത്. ക്ഷേത്രസന്നിധി തിരുവമ്പ്ലാവിൽ മഹാദേവ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയും പ്രാധാന്യവും മനസ്സിലാക്കി നിരവധി ഭക്തജനങ്ങളാണ് ദിനം തോറും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി ക്ഷേത്ര ഭരണസമിതി അവരെ വരവേൽക്കുകയാണ്. മാനവസേവ മഹാദേവ സേവ എന്നുള്ള ഒരു സങ്കല്പത്തിൽ ഇവിടെ ശിവകടാക്ഷം സാധുജന സമർപ്പണ നിധി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത ഭാഗം സമൂഹത്തിൽ ദുരിതം അനുഭവിക്കുന്ന വിവിധ ജനവിഭാഗങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്ന ഒരു പദ്ധതിയാണിത്. ചികിത്സ, വിദ്യാഭ്യാസം, വിവാഹം എന്നീ മേഖലകളിൽ വാർഷികമായിട്ട് വിവിധ ആളുകൾക്കായിട്ടിത് സമർപ്പിക്കപ്പെടുന്നു. മറ്റൊന്ന്, നമ്മുടെ ധാർമ്മിക കാര്യങ്ങളും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും ജനങ്ങളിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ അറിവുണ്ടാക്കുന്നതിനായിട്ട് സനാതന സ്കൂൾ ഓഫ് ലൈഫ് എന്ന പേരിൽ ഒരു സ്ഥാപനമുണ്ട്. അപ്പോൾ സനാതന സ്കൂൾ ഓഫ് ലൈഫിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും നമ്മുടെ സനാതന സംസ്കൃതിയെക്കുറിച്ചും സംസ്കൃതവുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ യോഗ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ നേരിട്ടുള്ള പഠന പരിപാടികളും ഓൺലൈനായിട്ടുള്ള പഠന പരിപാടികളും അതുപോലെ വിവിധ പുസ്തകങ്ങളുടെ പ്രകാശനവുമെല്ലാം സനാതന സ്കൂൾ ഓഫ് ലൈഫ് വഴി നടത്തി വരുന്നുണ്ട്. അതുപോലെ ഗ്രന്ഥശാല, അതും ഈ ക്ഷേത്ര പരിസരത്ത് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ മൃത്യുഞ്ജയം സ്പിരിച്വൽ സൊല്യൂഷൻസ് എന്ന പേരിൽ ധാർമ്മിക കാര്യങ്ങളിൽ ജനങ്ങൾക്ക് മാർഗ്ഗനിർദ്ദേശം നൽകുക, ധാർമ്മിക ജ്യോതിഷ വിഷയങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശം നൽകുവാനായിട്ടുള്ള സ്ഥാപനമാണ് മൃത്യുഞ്ജയം സ്പിരിച്വൽ സൊല്യൂഷൻസ്. ക്ഷേത്രത്തിലെത്തുന്ന ധാരാളം പേർക്ക് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ കൗൺസിലിംഗ് പോലുള്ള സപ്പോർട്ട് ആവശ്യമുള്ള ആളുകളുണ്ട്. അപ്പം മൃത്യുഞ്ജയം സ്പിരിച്വൽ സൊല്യൂഷൻസ് ആ നിലയിലുള്ള സേവനങ്ങളാണ് നടത്തി വരുന്നത്. കൂടാതെ ഇവിടെ ക്ഷേത്രത്തിൽ നമ്മൾ പ്രകൃതി സംരക്ഷണം എന്നുള്ള ഒരു സങ്കല്പത്തിൽ നക്ഷത്ര വൃക്ഷങ്ങൾ, എല്ലാ നക്ഷത്രങ്ങളുടെയും പേരുള്ള വൃക്ഷങ്ങളുള്ള ഒരു നക്ഷത്ര വനമുണ്ട്. അതുപോലെ സനാതന സ്കൂൾ ഓഫ് ലൈഫ് വിദ്യാർത്ഥികൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ക്ഷേത്രത്തിൽ തന്നെ ഒരു ഉദ്യാനം, ശങ്കരോദ്യാനം എന്ന പേരിൽ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായുള്ള പുഷ്പങ്ങളും എല്ലാമുള്ള ശങ്കരോദ്യാനവും ഈ ക്ഷേത്രത്തിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് കേവലം ആരാധനാലയം മാത്രമല്ല, സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും സ്പർശിക്കേണ്ട, ഇടപെടേണ്ട ഒരു ബാധ്യത കൂടി ക്ഷേത്രത്തിനുണ്ട് എന്ന് മനസ്സിലാക്കിയുള്ള വിവിധ പദ്ധതികളാണ് ഈ ക്ഷേത്രത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്, അതുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത, ഈ ക്ഷേത്രത്തിൽ രാവിലെ പ്രഭാത ഭക്ഷണം, ഇവിടെ എത്തുന്ന എല്ലാ ഭക്തർക്കും പ്രഭാത ഭക്ഷണത്തിനുള്ള സൗകര്യമുണ്ട്. അത് ഇവിടെ
ക്ഷേത്ര ഉടമസ്ഥ കുടുംബാംഗങ്ങൾ ഒത്തുചേർന്ന് ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന് പറയാവുന്ന രീതിയിൽ ആണ് അതിവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ പ്രത്യേകിച്ച് ക്ഷേത്രത്തിൽ ബലിയിടാൻ വരുന്നവർക്ക് അത് വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. കാരണം അവർ ഒരിക്കലൊക്കെ നോക്കി വന്നു കഴിയുമ്പോൾ രാവിലെ ബലിയിട്ട് കഴിഞ്ഞ് ക്ഷേത്ര ദർശനം നടത്തി പ്രഭാത ഭക്ഷണവും കഴിച്ചാണ് അവർ തിരികെ പോകുന്നത്. പിന്നെ മാസികമായിട്ട് തിരുവാതിര ദിവസം തിരുവാതിര പന്തനാഴി എന്ന പേരിൽ ക്ഷേത്രത്തിൽ നിവേദിക്കുന്ന പന്തീരടി പൂജയ്ക്ക് നിവേദിക്കുന്ന നിവേദ്യം ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്ന തിരുവാതിര പന്തനാഴി, അതൊരു പ്രസാദകൂട്ട് എന്നുള്ള രീതിയിൽ അതും എല്ലാ മാസവും നടന്നു വരുന്നുണ്ട്. പത്നിപുത്ര സമേതനായി കാശി വിശ്വനാഥൻ വാണരുളുന്ന ഈ തിരുവമ്പ്ലാവിൽ ശ്രീമഹാദേവ ക്ഷേത്രത്തിലെത്തി ശ്രീമഹാദേവനെയും ശ്രീപാർവതി ദേവിയെയും സുബ്രഹ്മണ്യ സ്വാമിയെയും മറ്റു ഉപദേവതാ ദേവന്മാരെയും ദർശനം ചെയ്യുവാനായത് മുജ്ജമ സുഹൃതമായി കരുതുന്നു. തിരുവമ്പ്ലാവ് ശ്രീ മഹാദേവൻ്റെയും ശ്രീപാർവതി ദേവിയുടെയും സുബ്രഹ്മണ്യ സ്വാമിയുടെയും മറ്റ് ഉപദേവതാ ദേവന്മാരുടെയും സർവാനുഗ്രഹങ്ങളും വാങ്ങി ക്ഷേത്രസന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും ജൈത്രയാത്ര തുടരുന്നു. റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയുടെ കൂടുതൽ പുതുമയുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി